അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതിയ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം SKSF ഇസ്തിഖാമ സംസ്ഥാന വൈസ് ചെയർമാനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജസീൽ കമാലി ഉസ്താദാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടാണ്. റബീഉൽ അവ്വൽ മാസമാണല്ലോ. നമ്മൾ സുന്നികൾ ഒരുപാട് സമ്പത്ത് നബിദിനാഘോഷത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ അത് മുടക്കാൻ വേണ്ടി ഒരുപാട് സമ്പത്തും മറ്റുമൊക്കെ ചിലവഴിക്കുന്ന സമയവും ചിലവഴിക്കുന്ന ഒരു വിഭാഗം നമ്മുടെക്കിടയിലുണ്ടല്ലോ. അതൊന്നും സുന്നികളെ അവരുടെ വിശ്വാസത്തെ ഒരു നിലക്കും ബാധിക്കുന്ന വിഷയമല്ല എങ്കിലും ഇതൊക്കെ നമ്മൾ പഠിക്കൽ അനിവാര്യമായ കാര്യമാണ്. ചില അല്പജ്ഞാനികളായ ആളുകളെങ്കിലും ഇതുകൊണ്ട് തെറ്റിദ്ധരിക്കാനോ മറ്റോ സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി കൊടുക്കുക എന്നുള്ളത് ഒരു പണ്ഡിത ധർമ്മവും ബാധ്യതയും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു എളിയ ശ്രമം ആണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് ജസീൽ കമാലി ഉസ്താദിനോട് നമുക്കിന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം, ഇപ്പോൾ സാധാരണയായിട്ട് വഹാബികൾ ഇങ്ങനെ നബിദിനാഘോഷത്തിന് എതിരെ പ്രചരണം നടത്തുമ്പോൾ അവർ പറയുന്ന കാര്യമാണ്, ഇസ്ലാമിൽ 2 ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒന്ന് ചെറിയ പെരുന്നാൾ, മറ്റൊന്ന് ബലി പെരുന്നാൾ. ഈ 2 ആഘോഷങ്ങളാണ് ഇസ്ലാമിൽ ഉള്ളത്. ഇതല്ലാതെ മറ്റൊരു ആഘോഷം നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഈ 2 ആഘോഷമേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. എന്താണ് ശരിക്കും ഇസ്ലാമിൽ 2 ആഘോഷം മാത്രമാണ് ഉള്ളത്? എന്താണ് സംഭവം? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് നബിദിനാഘോഷത്തിൻ്റെ ആ സമയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും നബിദിന വിരോധികൾക്ക്, ഇസ്ലാമിക വിരോധികൾക്ക് ഒരു അസഹിഷ്ണുത ഉണ്ടാവാറുണ്ട്. ആ അസഹിഷ്ണുതയുടെ ഭാഗമായിട്ട് വിശുദ്ധ ഖുർആനിനെ, ഹദീസുകളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് എങ്ങനെയെങ്കിലും നബിദിനാഘോഷം നടത്തുന്നതിൽ നിന്ന് ഉമ്മത്തിനെ പിന്തിരിപ്പിക്കണമെന്ന ഗൂഢമായ ലക്ഷ്യം, അതിനു വേണ്ടിയിട്ട് ഓരോ നൊണ്ടിന്യായങ്ങൾ പറയാമെന്ന് പറയും. പരിശുദ്ധ ഇസ്ലാമിൽ 2 ആഘോഷങ്ങൾ, അഥവാ വളരെ പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങൾ, ബലി പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, ഇതുണ്ട്. അതിനർത്ഥം മറ്റൊരു ആഘോഷവും ഇസ്ലാമിൽ ഇല്ല എന്നത് വലിയൊരു അബദ്ധം പിടിച്ച സംസാരമാണ്. അത് ഈ വഹാബികളുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, അവരൊരു വിഷയത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഉസൂലായിട്ട് ഉണ്ടാക്കാറാണ്. അത് പിന്നീട് അവർക്ക് തന്നെ തിരിച്ചടിയാവുകയും ചെയ്യും. അത് നമുക്ക് പറയാം. ആദ്യം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ഈദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹദീസുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് ഇറങ്ങിയ സമയത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം ആ ആയത്തിനെ പല രൂപത്തിലേക്കും അവർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ആയത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും അത് മറ്റൊരു വിഷയമാണ്. നമ്മളിവിടെ പറയുന്നത്, ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് അൻ അമ്മാരി ബിൻ അബി അമ്മാരിൻ റളിയല്ലാഹു അൻഹു ഖാല ഖറ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് തങ്ങൾ ഈ ആയത്തോതി. ഏത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും വഇൻദഹു യഹൂദിയുൻ. അപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുത്തൊരു യഹൂദി ഉണ്ട്. ആ യഹൂദി പറഞ്ഞു, ലൗ ഉൻസിലത്ത് ഹാദിഹി അലൈനാ, ഇത് ഞങ്ങൾക്കാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ലത്തഖദ്നാ യൗമഹ ഈദൻ, ഈ ദിവസത്തെ ഞങ്ങൾ ഒരു പെരുന്നാളാക്കുമായിരുന്നു, ഒരു ആഘോഷരാവാക്കുമായിരുന്നു, ദിവസമാക്കുമായിരുന്നു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ ആക്കൊന്നും വേണ്ട. ഫഇന്നഹാ നസലത്ത് ഫീ യൗമി ഈദൈൻ, ഞങ്ങളുടെ 2 പെരുന്നാളിൻ്റെ ദിവസത്തിലാണ് അത് ഇറങ്ങിയിട്ടുള്ളത്. ഏതാണ്? ഫീ യൗമിൽ ജുമുഅത്തി വ യൗമി അറഫ. അപ്പോൾ 2 വെള്ളിയാഴ്ച ദിവസം, മറ്റു ഹദീസുകളിലൊക്കെ വെള്ളിയാഴ്ച ദിവസം വഈദുൽ മുഅ്മിനീൻ എന്ന് നമുക്ക് കാണാൻ പറ്റും. അതേ സമയത്ത് അറഫ ദിവസത്തെയും വെള്ളിയാഴ്ച ദിവസത്തെയും പരിശുദ്ധ ഇസ്ലാം ബഹുമാനപ്പെട്ട ഇമാമുമാർ, സ്വഹാബത്ത് അടക്കമുള്ളവർ പെരുന്നാൾ എന്നാണ് അതിനെ സൂചിപ്പിച്ചത്. അപ്പോൾ 2 പെരുന്നാൾ മാത്രമേ ഉള്ളൂ എന്നത് ഒരു അബദ്ധമാണ്. ഇതിന് സമാനമായ സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് തഫ്സീറു തൊബരിയിൽ കാണാം. അതുപോലെ തന്നെ അൽയൗമ അക്മൽതു ലക്കും എന്ന ഈ ആയത്തുമായി ബന്ധപ്പെട്ട് തന്നെ തൊബറാനി റിപ്പോർട്ട് ചെയ്തത് കാണാം. ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 2 ആഘോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നബിദിനാഘോഷത്തെ എതിർക്കുക എന്നത് ഒരു അബദ്ധമാണ് എന്നാണ് ഇന്ന് മനസ്സിലാവുന്നത്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറെ രസകരമായിട്ട് തോന്നാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ രണ്ടാഘോഷം മാത്രമാണെങ്കിൽ കേരളത്തിലുള്ള വഹാബികൾ നവോത്ഥാനത്തിൻ്റെ 1 നൂറ്റാണ്ട് ആഘോഷിച്ചു. മക്തി തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അഥവാ മക്തി തങ്ങളും അവരുടെ നേതാവാണ്, മക്തി തങ്ങൾ അവരുടെ നവോത്ഥാന നായകനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട്, ഞാനങ്ങനെ അവകാശപ്പെട്ടു എന്ന് പറയാൻ കാരണം ഇവരും മക്തി തങ്ങളും ആദർശപരമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്നത് മറ്റൊരു വിഷയമാണ്. എന്നാലും ഇവർ നവോത്ഥാനത്തിൻ്റെ 1 നൂറ്റാണ്ട് ആഘോഷിച്ചു. വളരെ വിപുലമായ പരിപാടികൾ അതിൻ്റെ പേരിൽ നടത്തി. കേരളത്തിൽ മതിലുകളായ മതിലുകൾ മുഴുവൻ, പോസ്റ്റുകളായ പോസ്റ്റുകൾ മുഴുവൻ ഈ നവോത്ഥാനത്തിൻ്റെ നൂറ്റാണ്ടിൻ്റെ പ്രചരണങ്ങളുമായിട്ട് ഇവർ നിറച്ചു. അതല്ലാത്ത എത്ര ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. അതും ഇവരുടെ നേതാക്കളുടെയൊക്കെ വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബത്തോ താബീങ്ങളോ തബഉ താബീങ്ങളോ ആരും ഇന്നേ വരെ ചെയ്യാത്ത രൂപത്തിൽ ഓൺലൈനിൽ വരെ നിക്കാഹ് നടത്തുന്ന, അതിൽ കേക്കൊക്കെ മുറിച്ച് കൊടുക്കുന്ന രൂപത്തിലാണ് ഇവരുടെ ആഘോഷങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഒരു തരത്തിൽ ബൂമറാങ് പോലെ അവർക്ക് തന്നെ തിരിച്ചടിയാവുകയാണ് എന്നാണ് ഈ വിഷയത്തിൽ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് ആയത്തുകളുടെയും ഹദീസുകളുടെയും ഒന്നും ആവശ്യമില്ലാതെ തന്നെ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. അതിനെ ഈ കാരണം പറഞ്ഞ്, അഥവാ 2 പെരുന്നാൾ മാത്രമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്ന കാരണം പറഞ്ഞ് നബിദിനാഘോഷം പാടില്ല എന്ന് പറയുന്നത് മൗഢ്യമാണ് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ അതായത് വെള്ളിയാഴ്ച ദിവസം ഈദാണ്, അത് ആഘോഷ ദിവസമാണ് എന്ന് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. അറഫ ദിവസവും അതേപോലെ തന്നെ ഈദാണ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. അതുപോലെ ഞാൻ ഇന്നലെ ഇങ്ങനെ വായിക്കാനിടയായ ഇബ്നു ഖയ്യിമിൻ്റെ ഒരു കിതാബിലുണ്ട്, വെള്ളിയാഴ്ച ദിവസം പെരുന്നാളാണ് എന്ന്. ഇബ്നു ഖയ്യിം എന്ന് പറയുമ്പോൾ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇബ്നു തൈമിയൻ്റെ ശിഷ്യനാണല്ലോ അദ്ദേഹം. അപ്പോൾ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഈ വാദം പൊളിഞ്ഞു. ഇനി ഓരോരുത്തരുടെയും വൈയക്തികമായ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ കല്യാണം ആഘോഷമാണ്, കല്യാണ ആഘോഷം, വിവാഹാഘോഷം എന്നാണ് നമ്മൾ പറയുക. അതൊക്കെ സുന്നത്തുള്ള കാര്യങ്ങളാണ്. വിവാഹാഘോഷം സുന്നത്തല്ലേ, അതിന് പ്രതിഫലം കിട്ടുന്ന കാര്യമല്ലേ. അതേപോലെ തന്നെ ഈ പിന്നെ ഇവരവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യം അതൊക്കെ ദുന്യവിയായത് എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തപ്പോൾ അല്യോമ അക്മൽതു ലക്കും എന്ന ആയത്തിനെ വിശദീകരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാതും പൂർത്തിയാക്കി തന്നു, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാതും പൂർത്തിയാക്കി തന്നു, ഇനിയൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ ഒരു മറുചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നതോ നിങ്ങൾ മറ്റേത് ചെയ്യണതോ എന്ന ചോദ്യം വരും. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ പറയും ദുന്യവിയായ പുതിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. ദുന്യവി അങ്ങനെ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവരോട് ചോദിക്കാൻ പറ്റും, അപ്പോൾ സത്യത്തിൽ ഇവരുടെ സംഘടന അല്ലെങ്കിൽ ഇവരുടെ ഈ ദഅ്വാ പ്രവർത്തനങ്ങളൊക്കെ ദുന്യവിയായ നേട്ടത്തിന് വേണ്ടിയാണ് എന്ന് അവർ പറയാതെ പറയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉഖ്റവിയായതാണ്. നാളെ ആഖിറത്തിൽ കൂലി കിട്ടുന്ന ദീനീ പ്രവർത്തനമായിട്ടാണ് യഥാർത്ഥ വിശ്വാസികൾ ചെയ്യാറുള്ളത്. അതെ, ഈ വെള്ളിയാഴ്ച ഈദാണ് എന്ന് പറയുന്ന ഹദീസ് അൽബാനി പോലും സ്വഹിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ശരിയല്ല, സ്വഹിയല്ല എന്ന് പറഞ്ഞിട്ട് വരണ്ട, അതിനാണ് അതുകൂടെ ചേർത്ത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളത് ഫസ്റ്റ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്തെങ്കിലുമൊക്കെ ഞൊണ്ടിഞ്ഞായ ഉണ്ടാക്കുക, അത് അവരുടെ തലേക്ക് തന്നെ അവസാനം വീഴുക, അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ. അതേപോലെ തന്നെ മറ്റൊരു വിഷയം ചോദിക്കാനുള്ളത്, ഹദീസിലുണ്ടല്ലോ ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തണ്ട. ഈ ഹദീസ് പിടിച്ചുകൊണ്ട് നീ മദ്ഹൊന്നും റസൂലുള്ളാഹിൻ്റെ മദ്ഹൊന്നും പറയാൻ പാടില്ല, അങ്ങനെ പറയരുത് എന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മദ്ഹൊന്നും പറയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ റബീഉൽ അവ്വലിന് പ്രത്യേകം മദ്ഹൊന്നും പറയേണ്ട ആവശ്യമില്ല, റസൂലുള്ളാഹിൻ്റെ മദ്ഹ് തന്നെ പറയണ്ട എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് വഹാബികൾ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എത്ര വലിയ ഒരു വെഡിത്തം വിളമ്പുമ്പോൾ അതിൻ്റെ ആധികാരികമായിരിക്കുന്ന വശം എന്താണ്? അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കലാണ് സത്യത്തിൽ നല്ലത്. എന്നാലും വളരെ സാധാരണക്കാരായ ആളുകളെ എങ്ങനെ കണ്ടോ എന്ന് തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാണ്. ആ ഹദീസ് തന്നെ വായിച്ചാൽ അറിയാം. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ നസാറാക്കൾ പുകഴ്ത്തിയിരുന്നത് പോലെ പുകഴ്ത്തരുത് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? അലൽ ഇത്ലാഖ്
നിരുപാധികം നബിതങ്ങളെ പുകഴ്ത്തരുത് എന്നല്ല പറഞ്ഞത്. ഈസാ നബിയെ പുകഴ്ത്തിയത് എങ്ങനെയാണ്? അവർ പറഞ്ഞ് ഫത്തുഹുൽ ബാരി അവിടെ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഇലാഹാക്കുന്ന രൂപത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവപുത്രൻ എന്ന രൂപത്തിലൊക്കെയാണ് അവർ പുകഴ്ത്തിപ്പോയത്, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചു പോയത്. അപ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട്. മാത്രമല്ല ആ ഹദീസിന്റെ ബാക്കി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഫ ഇന്നമാ അന അബ്ദു, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അതുകൊണ്ട് ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലു, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. ആ റിസാലത്തിന്റെ മഹത്വം പറഞ്ഞാൽ തീരുവോ? എത്രയേ പറയാനുള്ള റിസാലത്തിന്റെ മഹത്വം പറഞ്ഞാൽ തീരൂല. ഇവർക്കതിന് നുബുവത്ത് എന്താണോ, റിസാലത്ത് എന്താണോ, അതിന്റെ മഹത്വം എന്താണോ, ഇതൊന്നും മനസ്സിലാക്കാതെ കേവലം അക്ഷരവായനയിലൂടെ മാത്രം പ്രമാണങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ട് പറ്റിയ അബദ്ധമാണ്. മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു അവിടെ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ടല്ലോ. ബുസ്രി ഇമാം ബുർദയിൽ പറയുന്നുണ്ടല്ലോ, നസാറാക്കൾ ഈസാ നബിയെ പുകഴ്ത്തിയത് നിങ്ങൾ പുകഴ്ത്തണ്ട, അല്ലാത്ത പുകഴ്ത്തലുകൾ നടത്തണം. വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫിൻ വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി. എന്നിട്ട് ബുസൂരി ഇമാം പറയുന്നുണ്ട്, ഫ ഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ അൻഹു നാതിഖും ബിഫമി. റസൂലുള്ളാഹിനെ പുകഴ്ത്താൻ, അറ്റമില്ലാതെ പുകഴ്ത്താൻ ഒരാൾക്കും കഴിയൂല. പരിധി വിടാതിരുന്നാൽ, പരിധി വിടൽ എപ്പോഴാണ്? അത് ഈസാ നബി അലൈഹിസ്സലാമിനെ അവർ പുകഴ്ത്തിയതുപോലെ എന്നാണ്. ഇത് മാത്രമല്ല, വിശുദ്ധമായ ഖുർആനിൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, ഈ ആയത്തിന്റെ വിശദീകരണങ്ങളിൽ അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പുകഴ്ചകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ, ആ പേര് തന്നെ മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദ്, പുകഴ്ത്തലുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അർഹരും യോഗ്യരുമാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നേതാവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ ഞങ്ങൾ പുകഴ്ത്തും. അതിന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാവും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂൻ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്ബറ ഇബാദഹു ബിമൻസിലത്തി അബ്ദിഹി വ നബിയിഹി ഇൻദഹു ഫിൽ മലഇൽ അഅ്ലാ. ഉപരിലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം എത്രയാണ് എന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുന്നുണ്ട്. അതെങ്ങനെ? ബി അന്നഹു യുസ്നി അലൈഹി ഇൻദൽ മലായികത്തിൽ മുഖറബീൻ, മലക്കുകളുടെ മുമ്പിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയുന്നു. മാത്രമല്ല അന്നൽ മലായികത തുസല്ലി അലൈഹി, മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുന്നു. പിന്നെ സുമ്മ അമറ തആല അഹ്ലൽ ആലമി സുഫ്ലി ബിസ്സലാത്തി വത്തസ്ലീമി അലൈഹി ലിയജ്തമിഅ അസ്സനാഉ അലൈഹി മിൻ അഹ്ലിൽ ആലമൈനിൽ ഉൽവി വസ്സുഫ്ലി ജമീഅ. ഉപരിലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ, മലക്കുകളുടെ മുമ്പിൽ അള്ളാഹുവിനെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പുകഴ്ചകൾ, മദ്ഹുകൾ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു, നിങ്ങളും നബി തങ്ങളെ പുകഴ്ത്തണം. അങ്ങനെ ആകാശലോകത്തും ഭൂമി ലോകത്തും ഹബീബിന്റെ പുകഴ്ചകൾ നിറയണം എന്ന് ഈ ആയത്തിന്റെ ഉദ്ദേശമായിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. അതെ, അപ്പോ അവിടെ കമാ അത്വറത്തിൻ നസാറ ഈസബിന് മറിയം അവിടെ അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുകഴ്ത്തിയത് പോലെ പുകഴ്ത്തരുത്. അതെങ്ങനെ പുകഴ്ത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അവര് ദൈവമാക്കി, ദൈവപുത്രനാക്കിയിട്ടാണ് പുകഴ്ത്തിയത്. അത് ഒരിക്കലും പാടില്ലല്ലോ. അതാണ് അവിടെ വിലക്കിയത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം തന്നെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ കൽപ്പന പ്രകാരമാണ്, അല്ലാതെ സ്വന്തം ആളാകാൻ വേണ്ടി പറഞ്ഞല്ല. ഇനി നോക്ക്, നിങ്ങൾ ബുഖാരി എടുത്ത് നോക്കി, ഏത് ഹദീസിന്റെ ഗ്രന്ഥം, അത് മുഴുവൻ റസൂലുള്ളാഹിന്റെ മദ്ഹല്ലേ. ഖുർആൻ എടുത്ത് നോക്കിയാലോ റസൂലുള്ളാഹിന്റെ മദ്ഹ്, മറ്റ് പ്രവാചകന്മാരുടെ മദ്ഹ്, മൗലിദുകൾ, മറ്റ് പ്രവാചകന്മാരുടെ മൗലിദുകളാണ് ഖുർആൻ എന്ന് പറയുന്നത്. സ്വഹീഹുൽ ബുഖാരി എന്താണ്? റസൂലുള്ളാഹിന്റെ മൗലിദ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ വളരെ വ്യാപകമായിട്ടുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ ഇവർക്ക് അസഹിഷ്ണുതയാണ്. പക്ഷേ വളരെ രസകരമായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നതേ,
ഇവരുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാതും ബൂമറാങ് പോലെ തിരിച്ചടിക്കുകയാണ്. ഈ ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ മടക്കനമ്മ ചവിട്ടിയതുപോലെ എന്ന് പറയും. നിങ്ങൾ വയനാട്ടുകാർക്ക് അതെങ്ങനെ പറയല് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ കുറേ കാലം മലപ്പുറത്ത് പഠിച്ചുകൊണ്ട് നിങ്ങൾക്കും അതറിയാം. ഏത് തെങ്ങിൻ്റെ മട്ടൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഒരിടത്ത് ചവിട്ടിയ മറ്റിടത്ത് പൊന്തും, അവിടെ ചവിട്ടിയ അങ്ങനെയാണ് ഇവരെ തൗഹീദ് ഉസൂലൊക്കെ. ഇത് നേരെയായ സമയം ഉണ്ടാവില്ല, എപ്പോഴും വളഞ്ഞുകൊണ്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തരുത് എന്ന് പറഞ്ഞു. ഇവരെ നേതാക്കൾ അവർ പുകഴ്ത്തിയതോ? സുബ്ഹാന ജല്ല വഅല. കണക്കുണ്ടോ അതിന്? കെ മൗലവി ഇവരെ സ്ഥാപക നേതാവാണല്ലോ. കെ മൗലവി നഫിസ്സുദ്ഖി കാന അബാ ബക്കറിൻ. കെ മൗലവി സിദ്ഖ് സത്യസന്ധതയുടെ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ സ്ഥാനത്താണെന്നാണ് പറഞ്ഞു റളിയല്ലാഹു അൻഹു. പിന്നെ ധീരതയുടെ വിഷയത്തിൽ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ സ്ഥാനത്താണ്. അങ്ങനെ 4 ഖലീഫമാരിലേക്കൊക്കെ ചേർത്തിട്ടാണ് കെ മൗലവിനെ പുകഴ്ത്തിയത്. എന്താ അപ്പം നിങ്ങൾക്ക് ഈ ഹദീസ് ഓർമ്മ ഉണ്ടായില്ല? അതത് പിന്നെ ഇറങ്ങിയ ഹദീസാണോ? നിങ്ങൾക്ക് വഹി പിന്നെ കിട്ടിയത്? അത് മാത്രമല്ല, ഉമർ മൗലവിനെ ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി ആഗ്രഹിക്കുന്നത് കൊണ്ട് മൗലിദിന്റെ വരികളിൽ ശിർക്കില്ലെങ്കിലും ശിർക്കുന്നുണ്ട്. ഇതിങ്ങോട്ട് ഇയാൾക്ക് ഇടക്ക് ഇങ്ങോട്ട് സ്പിരിറ്റ് കയറും. ഏത് ഉമർ മൗലവിക്ക് ഇടയ്ക്ക് ഈ ഷിർക്കിൻ്റെ ഒരു പ്രത്യേക ജിന്നുബാധ ഉണ്ടാവും. അപ്പോൾ അയാളെ എഴുത്തുകളിലൊക്കെ ഉണ്ടാവും, യാ ശൈഖ് മുഹ്യിദ്ദീൻ വിളിച്ചോനും കാഫിറാണ്, കേട്ടോനും കാഫിറാണ്, കണ്ടോനും കാഫിറാണ്, അതിന് അനുകൂലം നിന്നോനും കാഫിറാണ്, ആയത്തോതി. ഇങ്ങനെ ഇയാൾക്ക് ഇടക്ക് ഇങ്ങോട്ട് ഇതിൻ്റെ സ്പിരിറ്റ് കയറും. ആ ഉമർ മൗലവിനൊക്കെ ഇങ്ങോട്ട് പുകഴ്ത്തിയത് എത്രയാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ അക്രമൽ ഖൽഖി മാ ലീമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി പറഞ്ഞ ഇസ്തിഗാസയാണ്, ശിർക്കാണ്. അപ്പോൾ ഉമർ മൗലവി നിങ്ങൾ പറഞ്ഞതോ? യാമൻ അലൂദു ബിഹി മിനൽ അഹ്വാലി മുതവരിഅൻ അദ്നു മിനൽ ഖഹാരി. ഉമർ മൗലവിനെ നേരിട്ട് യാമൻ അലൂദു ബിഹി, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ നിങ്ങൾ ഏതായാലും ഇസ്ലാം ഒന്ന് പുറത്താക്കും, ശിർക്കാണ്. പക്ഷെ ഉമർ മൗലവിനെ വിളിക്കുമ്പോഴോ അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇവരുടെ ഈ തൗഹീദും അല്ലെങ്കിൽ ഇവരുടെ ഈ ഉസൂലൊക്കെ സ്വന്തത്തിലേക്ക് തന്നെ പതിക്കണം. ഇവരുടെ നേതാക്കളെ പറ്റിയിട്ട് എന്തൊക്കെ പുകഴ്ത്തലുകളും അവരുടെ ഓർമ്മകൾ. ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ 1-2 ആഴ്ചകൾക്ക് മുമ്പ് വരെ കെ മൗലവിയെ കുറിച്ചിട്ടൊക്കെ വാദോരാതെ സംസാരിക്കുന്ന വീഡിയോകൾ ഇവരിൽ കാണാം. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതൊരു മാന്യത എന്നുള്ള നിലക്ക് നിങ്ങളെ നേതാക്കന്മാരെ പറഞ്ഞോളി. ഞങ്ങൾക്ക് ഞങ്ങളെ നേതാക്കളെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യമല്ലേ? അതല്ല, ഞങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ എന്തിനെങ്ങനെ അസഹിഷ്ണുത പ്രകടിപ്പിക്കണം? ഒരു തരം ഫാഷിസം അല്ലേ അത്? അല്ലെങ്കിലും ഒരു നേതാവിനെ അല്ലെങ്കിൽ മഹബത്തുള്ള ഒരാളെ പുകഴ്ത്തി പറയാനൊക്കെ ഉള്ളത് അത് സ്വാഭാവികമല്ലേ? അതിനൊക്കെ ഈ രൂപത്തിലുള്ള ഇത്തരം അബദ്ധജടിലമായ സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എതിർക്കുക എന്നുള്ളത് മൗഢ്യമാണ് എന്നാണ് ആ വിഷയത്തിൽ പ്രാഥമികമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണത്. ഈ യാമൻ അലൂദു ബിഹി അതൊക്കെ നമ്മുടെ പ്രേക്ഷകരൊക്കെ പല ആളുകളും ആദ്യമായിട്ട് കേൾക്കായിരിക്കും കേട്ടോ. ഇവര് അവരുടെ ഉമർ മൗലവിന്റെ മൗലിദൊക്കെ ഇനിയുണ്ട് അതൊഴുക്ക. ഞാൻ സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രം പാടിയതാണ്. അൻതല്ലവി ഔജത്തനി വ അവൈതനി തഹതൽ മിളല്ലതി ലുഅബതൽ അഖ്ദാരി അദ്ഉക ദഅവത ഹായിരിൻ മുതഹയ്യിരി ഫിൽ കൗനി വൽ മലകൂതി വൽ അസ്റാരി. ഒരു അറബി ചൊല്ലിയാലൊക്കെ ചൊല്ലിയ ഉഷാറാവും. ഇങ്ങനെ ഇത് മാത്രമല്ല, ഇനി മലയാളത്തിലും ഉണ്ട്. ഉമർ മൗലവിനെ കുറിച്ചിട്ട് സ്വർഗത്തിലേക്കു കുതിച്ചഹോ ചേതന വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ, ഇങ്ങനോട്ട് മുപ്പര് നേരെ സ്വർഗത്തിലേക്ക് കുതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? അല്ലാ തീരിഫേരും തുതിയും സാലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. ശിർക്കായിരുന്നു, അതിന് ചെല്ലാൻ പറ്റൂല അല്ലെങ്കിൽ പുകഴ്ത്താൻ പറ്റൂല. അവരൊക്കെ ആരാണെന്ന് പറഞ്ഞിട്ട് ആ മുഹ്യിദ്ദീൻമാല മൊത്തം ശിർക്കാക്കിയ ആളുകൾ ഈ ഉമർ മൗലവിനെ കുറിച്ചിട്ട് കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. ആരെ പറ്റിയിട്ട്? ഉമർ മൗലവിനെ പറ്റിയിട്ട്, സ്വന്തം നേതാവിനെ പറ്റിയിട്ട് അങ്ങനെ പറയും. എത്രത്തോളം? മലയാള മണ്ണിനു സൗഭാഗ്യരായി നീ 3-ാം ഉമറായി ജീവിച്ച നാളുകൾ. നഊദു ബില്ലാഹ്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, 2-ാം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, 3-ാമത്തെ മുതലാണിത്. ഒരു 3-ാം ഉമറായി ജീവിച്ച്. അപ്പൊ ഈ പുകഴ്ത്തലിന് ഒരു പരിധിയില്ലേ? അള്ളാഹുവിൻ്റെ ഹബീബിനെ ഞങ്ങൾ പുകഴ്ത്തിയാൽ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിൽ ചെയ്ത സേവനങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ച സന്ദേശങ്ങൾ, അവിടുത്തെ വൈയക്തികമായ ഗുണങ്ങൾ അല്ലേ, വാജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ. ഔ, എന്തൊരു രസാണത് പാടാൻ. ഞങ്ങളെ ഹബീബിനെ കുറിച്ച് അങ്ങനെ പറയട്ടെ. നിങ്ങൾ ഉമർ മൗലവിനെ പറ്റി പറഞ്ഞോളി, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഹബീബിനെ കുറിച്ച് പറയരുത്. നിങ്ങൾ നേതാക്കളെ നിങ്ങൾ പറഞ്ഞോളി, ഞങ്ങളെ നേതാക്കളെ ഞങ്ങൾ പറയട്ടെ. അള്ളാഹിന്റെ ഹബീബിന്റെ ആ മുഖകമലത്തിന്റെ സൗന്ദര്യം മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾ പറയാണ്, ഫസുലുസൂക കാഫൂറുൻ വറുബുഉക അംബറു വഖുമുസൂക യാഖൂതുൻ വബാഖീക ജൗഹറു. സുന്നികൾ പാടട്ടെ, വിശ്വാസികൾ പാടട്ടെ. അസഹിഷ്ണുത നിങ്ങൾ ഒഴിവാക്കി. പിന്നെ ഉമർ മൗലവിൻ്റെത് കഴിഞ്ഞിട്ടില്ല. പരശുരാമൻ്റേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു. പിന്നെ അഥവാ കേരളം എന്താണ്, പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാന്നുള്ളൊരു ഐതിഹ്യം ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്തിയിട്ട് പരശുരാമൻ്റെത് കഥയാണ്. പക്ഷേ ഇവിടെ യാഥാർത്ഥ്യമുണ്ട്. എന്ത്? ദക്ഷിണ കേരളം ഉമർ മൗലവിൻ്റെ സ്വന്തമാണ്. പുകഴ്ത്തലിനൊരു പരിധിയില്ല. പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു പറയാണ്, സുരലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെ അങ്ങു സമ്പാദിച്ചു ഭൂമിയെ. സ്വർഗം മൂപ്പരെ കയ്യിലായിരുന്നു, ഇങ്ങോട്ട് മൂപ്പര് ഭൂമിയെ സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്വന്തം നേതാക്കളെ ഇങ്ങനെ പുകഴ്ത്തിയ എത്രയോ സംഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അബൂദർ വൈസി നമുക്ക് ഈ സംഗതികൾ വീഡിയോയിൽ കാണിച്ചു കൊടുക്കും വേണം. നമ്മുടെ പുതിയ ആളുകൾക്കൊരു പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ചെയ്തിരുന്നോ എന്നും കൂടി മനസ്സിലാകണമല്ലോ. സ്വന്തം നേതാക്കളെ ഇങ്ങനെയൊക്കെ പുകഴ്ത്തുക, പക്ഷേ അള്ളാഹിൻ്റെ ഹബീബിനെ കുറിച്ച് പറയാൻ പറ്റൂല. സ്വാലിഹീങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ കുറിച്ച് പറയാൻ പറ്റൂല. എത്രമേൽ അബദ്ധമാണിത്. ഇതൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിൽ തന്നെയുള്ള ഇതൊക്കെ പറയുന്നത് എന്നാലോചിക്കുമ്പോൾ സഹതാപം തോന്നുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. എന്തായാലും ഇവരുടെ തട്ടിപ്പുകൾ വെട്ടിപ്പുകളൊക്കെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം. അത് തന്നെയാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.